ഹലോ, ഇന്നെൻ്റെ ചെറിയൊരു ലഞ്ച് വീഡിയോ ആണ്. ലഞ്ചിൽ കറികൾ മാത്രമേ ഞാനിന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു ഷോർട്ടാണ്. അപ്പോൾ ഈ ഒരു കോംബോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നല്ല അടിപൊളി എഗ്ഗ് റോസ്റ്റാണ് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ റെസിപ്പിയൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ. ഇനി അഥവാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു റെസിപ്പി വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മസാലയും ആ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരിയിൽ ഇന്ന് കഷ്ണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തനും ചേനയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഞാൻ മിക്സിയിൽ 1-2 വട്ടം അടിച്ച് അതിൻ്റെ കട്ടകളൊക്കെ നീക്കിയതിന് ശേഷമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതായത് തൈര് മിക്സിയിൽ 1-2 വട്ടം നമ്മൾ കറക്കുമ്പോൾ അത് നന്നായിട്ട് മോര് രൂപത്തിലായി കിട്ടൂലേ, അപ്പോൾ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തൈരും തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. അതായത് നമ്മളിപ്പം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാതെ ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി വെള്ളം തെളിഞ്ഞു നിന്ന പോലെ ആവും. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തൈരും തേങ്ങയൊക്കെ ഇങ്ങനെ കുറുകി നല്ല കട്ടി പുളിശ്ശേരി കിട്ടും കേട്ടോ. അപ്പോൾ അതിലോട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കമുളക്, കറിവേപ്പില, കടുക്, ഉലുവ ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി മൂപ്പിച്ചിട്ട് ഈ ഒരു വറവ് കൂട്ടും കൂടി അതിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പുളിശ്ശേരിയായേ. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പുളിശ്ശേരിയിലോട്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കായപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നല്ല അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റും പുളിശ്ശേരി റെഡിയായി. അതായത് ഒരു പുളിയുള്ള കറിയും പിന്നെ ഒരു എരിവില്ല കറിയും ആയിട്ടുണ്ട്. പിന്നെ അതിനൊരു കോമ്പോന് വേണ്ടി ഞാൻ വെറുതെ കൊണ്ടാട്ടം മുളക് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടി വറുത്തെടുക്കുന്നുണ്ട്. ഈ മുളക് കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമുക്കിവിടെ പപ്പടം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പപ്പടം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എടുത്തൊരു സാധനമാണ്. ഇത് ഞാൻ ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വെറുതെ നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ കഴിക്കാനും പറ്റും. അല്ല ഇതുപോലെ പപ്പടമൊക്കെ ഇല്ലാത്ത സമയത്ത് പപ്പടത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.